ഫസ്റ്റ് ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ മമ്മൂക്ക എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. മമ്മൂക്കയുടെ ഒരു സൗന്ദര്യ രഹസ്യത്തിന്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കരമായ ആത്മനിയന്ത്രണമുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് Today we have with us the most liked person in Malayalam film industry. Mia, welcome to India Glitch. Thank you. പരോളൊക്കെ കഴിഞ്ഞു. പരോള് കിട്ടി. പരോൾ ഇറങ്ങാൻ പോവാണ്. മമ്മൂക്കയുടെ അനിയത്തിയാണ് അല്ലേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും എപ്പോഴും ഇങ്ങനെ നമ്മള് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ അഭിനയിക്കണം, മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ലക്കിലി സാധിച്ചൊരു സിനിമയാണ് പരോൾ. ഇപ്പൊ ഈ ഒരു സെറ്റിൽ വന്ന് മമ്മൂക്കായിട്ടുള്ള ഒരു ഇത്രയും എക്സ്പീരിയൻസ്, കുറെ കാലം ഷൂട്ടിംഗ് ഒരുമിച്ച്, അതിനുശേഷം മമ്മൂക്കയെ കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? മമ്മൂക്കയെ കുറിച്ച് എന്താണ്, ഒരു കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ഭയത്തോടെയാണ് മമ്മൂക്കയുടെ അടുത്ത് പോകുന്നതും മിണ്ടുന്നതും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറച്ചിലാണെങ്കിലും ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ അഭിനയിക്കാൻ വരുമ്പോ, പരോളിൽ അഭിനയിക്കാൻ വരുമ്പോ എനിക്ക് പേടിയായിരുന്നില്ല, എനിക്ക് ഭയങ്കരമായ റെസ്പെക്ട് തന്നെയായിരുന്നു. ഇപ്പോ പല ലെവലുള്ള റെസ്പെക്ട് ഉണ്ടാവില്ലേ, അപ്പൊ എന്റെ ഒരു റെസ്പെക്ടിന്റെ പീക്കിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അത് ഈ ഒരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇതിന്റെ ലൊക്കേഷൻസിലായിരുന്ന ടൈമിൽ തന്നെ മമ്മൂക്ക തന്നെ എന്നോട് ഇങ്ങോട്ട് സംസാരിച്ച്, ഫസ്റ്റ് ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ മമ്മൂക്ക എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പൊ തന്നെ ആ ഒരു എന്താണ്, റെസ്പെക്റ്റിനേക്കാൾ ഉപരി അതൊരു ഭയങ്കരമായ ഒരു സ്നേഹത്തിലേക്ക്, ആ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ വെക്കുമല്ലോ. ഭയങ്കരമായ റെസ്പെക്ട് ഉള്ള ആളുടെ അടുത്ത് നമുക്കൊരു ചെറിയൊരു ഉണ്ടാവില്ലേ, ഒരു ലൈൻ ഓഫ് ഒരു സാധനം ഉണ്ടാവില്ലേ, ആ സംഭവം സിനിമയ്ക്ക് ശേഷം അങ്ങ് മാറി. അപ്പോ എന്താണ്, ഞാൻ വെറുതെ നോർമൽ എന്തൊരു കാര്യത്തെ പറ്റിയും നമുക്ക് സംസാരിക്കാവുന്ന ഒരാളാണ്. എല്ലാത്തിനെ കുറിച്ചും നോളജ് ഉണ്ട് മമ്മൂക്കയ്ക്ക്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ, ഒരു ടോപ്പിക്, ഇപ്പൊ എന്തോ ഞങ്ങൾ ലൊക്കേഷനിൽ വെച്ചിട്ട് എന്തോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ സ്ഥലത്തെ കുറിച്ച് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിലൊരു ഡൗട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഗൂഗിൾ മാപ്പൊക്കെ എടുത്ത് അത് തപ്പിപ്പിടിച്ച് അത് ഇങ്ങനെയാണ്, അതെങ്ങനെയാണ്, ഇവിടുന്ന് ഇങ്ങനെ ഒരു റോഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യം, എന്തെങ്കിലും ഒരു ഡൗട്ട് മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അത് എങ്ങനെ ഏതൊരു സോഴ്സ് വെച്ചിട്ടാണെങ്കിലും അത് ക്ലിയർ ചെയ്തിരിക്കും. അപ്പൊ അതില് ആ ഒരു ഇൻസിഡന്റിൽ എനിക്ക് തോന്നിയത് കൊച്ചുകുട്ടികളുടെ ഒരു കൗതുകം ഉണ്ടല്ലോ, അതെന്താ അറിയാനുള്ള ഒരു കാര്യം ഉണ്ടാവില്ലേ, അവർക്ക് സംശയം അവരത് തീർത്തിട്ടേ അവര് പോവുള്ളൂ. അങ്ങനത്തെ ഒരു ക്വാളിറ്റിയും ഞാനന്ന് മമ്മൂക്കയിൽ കണ്ടു. ഒരു കാര്യം ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് മൈൻഡിൽ വെച്ചോണ്ടിരിക്കാതെ അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്തു പോകും. അപ്പൊ അങ്ങനെ കുറെ ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത അങ്ങനത്തെ ചില ക്വാളിറ്റീസും ഞാൻ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ മമ്മൂക്കയെ കുറിച്ച് ആർക്കും അറിഞ്ഞൂടാത്ത ഒരു സീക്രട്ട് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? അയ്യോ, സീക്രട്ട് ആവില്ല, ഞാനിപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമായിരിക്കും. ഒന്നിപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം, അത് എന്താണെങ്കിലും ഒരു ഡൗട്ട് മനസ്സിൽ കിടക്കാതെ അത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്ന ഒരു സ്വഭാവം, അത് ഞാൻ പഠിച്ചു, അത് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഒന്ന്, മമ്മൂക്കയുടെ ഒരു സൗന്ദര്യ രഹസ്യത്തിന്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കരമായ ആത്മനിയന്ത്രണമുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നല്ല ഭക്ഷണം, നല്ല ബീഫും കാര്യങ്ങളും ഒക്കെ മുമ്പിലുണ്ടെന്നുണ്ടെങ്കിലും അത് നോക്കിയിട്ട് അതില് ഞാൻ അവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മേടിച്ചു തന്ന സാധനം ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ്, മമ്മൂക്ക തന്നെ മേടിച്ചു തന്ന സാധനം ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ ആ ബീഫ് കറിയിലേക്ക് നോക്കിയിട്ട് ഭയങ്കര എണ്ണയാണ്, വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സാധിക്കും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം അത് നോക്കിയിട്ടും അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ ഞാനൊരു ദിവസം നല്ലൊരു പാൽച്ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ചായ കൊള്ളാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചായ കൊള്ളാം, നല്ലതാണ്. അപ്പോ മമ്മൂക്ക അസിസ്റ്റന്റിനോട് പറഞ്ഞു, എനിക്ക് പാലൊഴിച്ച് സാധാരണ എപ്പോഴും കട്ടൻ ചായയാണ് കുടിക്കുന്നത്, അപ്പൊ എനിക്ക് പാലൊഴിച്ച് ഒരു നല്ല ചായ എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പൊ അസിസ്റ്റന്റ് തിരിച്ച് വന്ന് ചായ കൊടുക്കുന്ന സമയത്ത് ജോർജേട്ടൻ അടുത്തുണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്ക അത് ഇങ്ങനെ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചായയാണോ ജോർജേട്ടൻ ചോദിച്ചു. അതിനെ പറഞ്ഞു അതെ, വേണ്ട, ഇവിടുത്തെ പാല് നല്ലതാന്ന് തോന്നുന്നില്ല, വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കിട്ടിയ ചായ തിരിച്ചു കൊടുത്തു. ഞാനൊന്ന് ഞെട്ടിപ്പോയി. എന്താന്ന് വെച്ചാൽ ആഗ്രഹിച്ച്, ഞാൻ പാൽ ചായ കുടിക്കുന്നത് കണ്ട് ആഗ്രഹം തോന്നി പറഞ്ഞു വിട്ട് മേടിപ്പിച്ച ഒരു സാധനം കൈ കിട്ടിയിട്ട് പാല് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അത്
കൊടുക്കുക എന്നുള്ളത്, ഞാനാണെങ്കിൽ ഒരു സിപ്പെങ്കിലും എന്തായാലും എടുത്തിട്ട് ഞാൻ കൊടുക്കുള്ളൂ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി എപ്പോഴും പറയുമല്ലോ ആൾക്കാർ, സൗന്ദര്യത്തെ കുറിച്ചും ബോഡി ഫിറ്റ് ആയിട്ടിരിക്കുന്നതിനെ പറ്റി, വയറ് ചാടാത്തതിനെ പറ്റിയൊക്കെ മമ്മൂക്കനെ കുറിച്ച് പറയും. അത് അദ്ദേഹം ഭക്ഷണത്തിനോട് കാണിക്കുന്ന ആ ഒരു ആത്മനിയന്ത്രണം, അതാണ് അത് ഞാൻ മനസ്സിലാക്കി. 1-2 ഇൻസിഡൻസ് ഈ സിനിമയിൽ ഉണ്ടായി. ഇപ്പൊ മീക്ക് വേണ്ടി എറണാകുളത്ത് നിന്ന് പഴംപൊരി വാങ്ങിച്ചിട്ട് വന്ന കഥയൊക്കെ കേട്ടു. അതെനിക്ക് മേടിച്ചു തന്നു. ഞാൻ വെറുതെ ഒരു സംസാരത്തിൽ ടോപ്പിക്കിൽ പറഞ്ഞതായിരുന്നു, എനിക്ക് പഴംപൊരിയും ബീഫും കഴിക്കാൻ എപ്പോഴേലും ഒന്ന് കഴിക്കണം എന്നിങ്ങനെ വെറുതെ ടോപ്പിക്കിൽ സംസാരിച്ചതായിരുന്നു. അപ്പൊ തന്നെ അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് മേടിച്ചു തന്നു. പിറ്റേ ദിവസം എനിക്ക് മേടിച്ചു. ഫാമിലിയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഫാമിലിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ദുൽഖറിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ മീൻസ് 6 മാസം കംപ്ലീറ്റ് ആയ ആ ഒരു ദിവസം നമ്മുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോ ഫോട്ടോസ് ഒക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ സംസാരിക്കും. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഇതിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടു. എന്താണ് ശരിക്കും ഈ ഒരു സിനിമയുടെ കൺസെപ്റ്റ് പറയുന്നത്? ഈ ഒരു സിനിമയുടെ കൺസെപ്റ്റ് ഇതിന് ടൈറ്റിൽ തന്നെ ഉണ്ട്. പരോൾ എന്ന് പറയുന്ന ടൈറ്റിലിനകത്ത് തന്നെ അറിയാം, ഒരു ജയിൽ പുള്ളിയാണ്, ജയിലിലെ ഒരു സംഭവമാണ്. അതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ പരോളിന്റെ. അല്ല, നിങ്ങൾ എല്ലായിടത്തും ഒരു സസ്പെൻസ് ഇടുന്നുണ്ട്. ഇല്ല, എനിക്ക് പറയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ഒരു ട്രൂ സ്റ്റോറിയാണ്. പിന്നെ ടൈറ്റിൽ അത് പറയുന്ന പോലെ തന്നെ മമ്മൂക്കയുടെ ക്യാരക്ടർ പരോള് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ് ജയിൽ പോർഷൻസിലൊക്കെ കാണിക്കുന്നത്. ആ ഒരു ഏരിയയിൽ നിന്ന്, ജയിലിന്റെ ആ പോർഷൻസിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ വരുന്നത്. അതാണ് മമ്മൂക്കേനെ നമ്മൾ 2 ലുക്കിലും കാണുന്നത്. ഒന്ന് ജയിൽ കോസ്റ്റ്യൂമിൽ നമ്മൾ കാണുന്നുണ്ട്, ട്രെയിലറിലും പിക്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇത് നാട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മമ്മൂക്കേനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിലൊക്കെയാണ് എന്റെ കോമ്പിനേഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെയൊക്കെ ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും കുറച്ചൊന്ന് കണ്ണു നിറയുന്നതുമായിട്ടുള്ള കുറച്ച് സീനുകളും മൊമെന്റ്സും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോ എനിക്ക് പേഴ്സണലി മമ്മൂക്കേനെ ഒരു നാട്ടുമ്പുറത്തുകാരനായിട്ടും ഒരു ഗ്രാമം, ആ ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ട് ഒരു കൃഷിക്കാരനായിട്ടും അങ്ങനെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ് ഈ പടത്തില് മമ്മൂക്കിക്കുള്ളത്. അപ്പോ എങ്ങനെ ഒരു നല്ല കുറെ കാര്യങ്ങളുള്ള ഒരു ക്യാരക്ടർ എങ്ങനെ ആകുന്നു, അതൊക്കെയാണ് ഇതിൽ പോകുന്നത് ഈ ഒരു സിനിമയിൽ. പഴയ ഒരു വാത്സല്യത്തിലെ മമ്മൂക്കനെ നമുക്ക് തിരിച്ചിട്ടോ കിട്ടുമെന്ന് തോന്നുന്നു. എന്ത് തരം മമ്മൂട്ടിനെയാണ് ഇഷ്ടം? എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും ഫേവറേറ്റ് ഉണ്ടോ? മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ സിനിമകളുണ്ട്. അപ്പോ ഈ ഒരു വാത്സല്യം എന്ന് പറയുന്ന സിനിമ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. എപ്പോൾ ടി വിയിൽ വന്നാലും നമ്മൾ കാണുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് പ്രത്യേകത ഭയങ്കര കുടുംബസ്നേഹി ആയിട്ടുള്ള ഒരു മമ്മൂക്കയെ നമുക്ക് അതിനകത്ത് കാണാം. ഒരു നല്ലൊരു അച്ഛനാണ്, മകനാണ്, ബ്രദറാണ്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഭയങ്കര നല്ലൊരു ക്യാരക്ടറൈസേഷൻ ആണ്. അപ്പൊ കരയാത്ത മലയാളികളില്ല. മിയ കരഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് അതിൻ്റെ അകത്ത് മമ്മൂക്ക ലാസ്റ്റ് ഇങ്ങനെ തൊണ്ടയിട്ടറി കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും ഫീൽ ചെയ്യും. കരയോ? ഞാനങ്ങനെ ഭയങ്കരമായിട്ട് കണ്ണീരൊലിപ്പിച്ച് കരയൊന്നുമില്ല. ഞാൻ ഫീൽ ചെയ്യത്തേ ഉള്ളൂ. എന്റെ മമ്മിയൊക്കെ പക്ഷെ എന്തായാലും ചെറിയൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കരയുന്ന ആളാണ്. കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകി അങ്ങനെ കരയുന്ന വിഷയമാണ്. പക്ഷെ ഞാൻ സിനിമ കണ്ട് ഞാൻ അങ്ങനെ കരയൊന്നുമില്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ഇര ഓൾറെഡി തിയേറ്ററിലുണ്ട്, ഈ പരോൾ ഇറങ്ങാൻ പോവാണ്. നമുക്കൊന്നും പറഞ്ഞില്ല ഈ ഒരു കോമ്പറ്റീഷനെ പറ്റി. എന്ത് കോമ്പറ്റീഷൻ? രണ്ട് ദിവസങ്ങളിലല്ലേ ഇറങ്ങി, 2 ആഴ്ച ഡിഫറൻസിലാണല്ലോ ഇറങ്ങുന്നത്. അപ്പം അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, അടിയില്ല. ഇപ്പൊ ഈര സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ അതിന്റെ ഫുൾ സസ്പെൻസ് റിവീൽ ചെയ്തുകൊണ്ടുള്ള റിവ്യൂസ് ഇപ്പോ നമുക്ക് പേര് പറയാൻ പറ്റാത്ത വലിയ മീഡിയ, പ്രമുഖ മീഡിയസ് തന്നെ അതൊക്കെ റിവീൽ ചെയ്യുമ്പോ അത്തരത്തിലെ മൊമെന്റ്സിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? അത് എന്താ പറയാ, ഏതൊരു കാര്യത്തിലും എടുത്തു കഴിഞ്ഞാല് ന്യൂനപക്ഷങ്ങൾ എതിർക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഉണ്ടാവാറുണ്ട്.
അപ്പോ നമ്മൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുക. മജോറിറ്റി എന്ത് പറയുന്നു, അല്ലെങ്കിൽ മജോറിറ്റിക്ക് പടം ഇഷ്ടമായോ എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോ മജോറിറ്റി ആ സിനിമയെ ഏറ്റെടുത്തു, മജോറിറ്റി ആളുകളും ആ സിനിമ നല്ലതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ സജസ്റ്റ് ചെയ്ത് തിയേറ്ററിലേക്ക് വിടുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ ന്യൂനപക്ഷത്തെ മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ ആ മജോറിറ്റിയുടെ ഒപ്പം ഞങ്ങൾ നിൽക്കുന്നു. ഈ ഒരു സിനിമ പരോൾ എങ്ങനെയായിരിക്കും പ്രേക്ഷകർക്ക്, എത്തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും? പരോൾ തീർച്ചയായിട്ടും ഒരു ഫാമിലി ഡ്രാമയാണ്. ഒരു കുറെ ഒരു നല്ലൊരു കുടുംബനാഥനെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഒരു നല്ലൊരു ഒരു കർഷകനെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. മമ്മൂക്കയുടെ ഒരു പൊളിറ്റിക്സിനെ കുറിച്ചും സംസാരിച്ചു പോകുന്നുണ്ട്, ഫാമിലി റിലേഷൻഷിപ്പിനെ കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ഞാൻ മമ്മൂക്കയുടെ പെങ്ങളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ പെങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അവരെ കെയർ ചെയ്യുന്നതും അങ്ങനത്തെ കുറെ കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒരു ഇമോഷണലി കുറെ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് പരോൾ. പരോൾ എന്തായാലും എല്ലാവരും പോയി കാണണം. ഇപ്പോ പിള്ളേരുടെ ആണെങ്കിലും എക്സാം ഒക്കെ തീർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഫ്രീ ആണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫാമിലിനെ മമ്മൂക്കനെ കാണാം. യെസ്, മുണ്ടൊക്കെ എടുത്ത് തലക്കെട്ടൊക്കെ കെട്ടിയ ഒരു നല്ലൊരു നാട്ടിൻപുറത്തെ ഒരു കർഷകനായിട്ട്, ഒരു സഖാവായിട്ട് ഒക്കെ ഉള്ള ഒരു മമ്മൂക്കനെ കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾ പരോള് തിയേറ്ററിൽ പോയി തന്നെ കാണണം.